അപ്പോൾ ഉദഹിയത്ത് ഒരുങ്ങണ സമയമാണ് എല്ലാ മനുഷ്യന്മാരും. ഉദഹിയത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊക്കെ നാട്ടിൽ വെള്ളിയാഴ്ച പോത്തിനെ ഇറക്കുമല്ലോ. നല്ലൊരു മൂരിക്കുട്ടി വാങ്ങിയിട്ട് അല്ലെങ്കിൽ ഒരു പോത്തുംകുട്ടിനെ വാങ്ങിയിട്ട് പിന്നെ ഒരു നല്ലൊരു മല്ലാക്ക അറക്കാൻ പറ്റുന്ന ഒരു കത്തിയും പിടിച്ചേരാൻ പറ്റിയ ഒരാളൊക്കെ ഉണ്ടെങ്കിൽ അറവ് നടക്കും. പക്ഷെ ഉദഹിയത്തിൻ്റെ ആയി കിട്ടണമെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ അറക്കാൻ വേണ്ടി കൊണ്ടുപോയതിൻ്റെ താരീഖ് കൽബിലേക്ക് വരുമ്പോഴാണ് വരിക. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നസ്ലു ദബീഹൈൻ എന്നൊരു പേരുണ്ട്. നബി തങ്ങൾക്ക് 99 സ്ഥാനപ്പേരുണ്ട്. അതിൽപ്പെട്ട ഒരു പേരാണ് നസ്ലു ദബീഹൈൻ, 2 അറുക്കപ്പെട്ട ആളുടെ മകൻ എന്ന്. ഒന്ന് ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെ സന്താനമാണ്. രണ്ടാമത്തൊരു സംഭവം വേറെ ഉണ്ടായി. അബ്ദുൽ മുത്തലിബ് എന്ന നബി തങ്ങളുടെ വല്ലിപ്പാക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം ഒരുപാട് നടത്തി, പല വഴിപാടുകളൊക്കെ നടത്തി. കുട്ടികളില്ലാതെ വന്നപ്പോൾ ഒരു അവസാനത്തെ നേർച്ചകളൊക്കെ നടത്തി. കുട്ടികളില്ലാതെ വന്നപ്പോൾ ഒരു അവസാനത്തെ നേർച്ച, കുട്ടി ഉണ്ടാകുകയാണെങ്കിൽ അതിലൊരു കുട്ടിനെ ഞാൻ അറുത്തു വാരി കൊടുക്കുമെന്ന് നേർച്ചയാക്കി. ജാഹിലിയ കാലഘട്ടം. അങ്ങനെ മൂപ്പർക്ക് കുട്ടിയുണ്ടായി. ഒന്നല്ല, കുറേ മക്കളുണ്ടായി. അതിൽ അവസാനത്തെ മകനാണ് അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞത്, മുത്തുനബിയുടെ വാപ്പ. അബ്ദുല്ല എന്ന് കേട്ടാ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞതിന് കുഴപ്പമൊന്നുമില്ല. ആമിന ബീവി റളിയല്ലാഹു അൻഹ എന്ന് പറയുമ്പോൾ തന്നെയാണ് അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു. നബി തങ്ങളുടെ വാപ്പയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂപ്പരോട് അങ്ങനെ ദേഷ്യം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ദേഷ്യമുള്ളവരും ഉണ്ട് നമ്മളെ നാട്ടിൽ, പക്ഷെ നമുക്ക് ദേഷ്യത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. മൂപ്പര് നമ്മളിരുന്ന് കായ് വാങ്ങിയിട്ട് തരാതെ മുങ്ങിയിട്ടൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു എന്ന് ധൈര്യമായിട്ട് പറയാൻ പറ്റും. അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ വാപ്പ അബ്ദുൽ മുത്തലിബിൻ്റെ ഏറ്റവും ചെറിയ മോനാണ്. പിന്നെ മക്കളുടെ വാപ്പ അബ്ദുൽ മുത്തലിബിൻ്റെ ഏറ്റവും ചെറിയ മോനാണ്. പിന്നെ മക്കളുണ്ടായില്ല. എനിക്ക് മക്കളുണ്ടാവുകയാണെങ്കിൽ അതിൽ ഒരു കുട്ടിനെ അറുത്തു കൊടുക്കാമെന്ന് നേർച്ചാക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്താ കാട്ടുകാരൻ? അതിൽ മക്കൾ പറഞ്ഞു, എന്നാ ഞങ്ങൾ അറുത്തോളി പറഞ്ഞു. ഓരോരുത്തരും എല്ലാവരും കൂടിയും തയ്യാറായാൽ പിന്നെ ഇപ്പം ആരെ അറക്കുക? അപ്പോൾ ഒരു പ്രശ്നമാണല്ലോ. ഒരാൾ മാത്രം തയ്യാറാണെങ്കിൽ പിടിച്ചാണ്ട് അറുത്താൽ മതി. അല്ലെങ്കിൽ ഒരാൾ എല്ലാവരും കൂടിയും പറയുകയാണെങ്കിലും അയാളെ പിടിച്ചാണ്ട് അറക്കുക. അത് എല്ലാവരും ഇന്നർത്തോളി എന്ന് പറഞ്ഞപ്പോൾ എന്താ കാട്ടുക? അവസാനം നറുക്കിടാൻ തീരുമാനിച്ചു. നറുക്കിട്ടപ്പോൾ അബ്ദുല്ലാന്റെ നറുക്ക കിട്ടിയത്. അപ്പൊ ബാക്കിയുള്ളവർ പറഞ്ഞു, അത് ചെറിയ കുട്ടിയാണ്, വാപ്പാക്ക് നല്ല ഇഷ്ടമാണ്, കൂട്ടത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ള ആളുമാണ് അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു. അപ്പൊ എല്ലാരും കൂടിയും പറഞ്ഞു, ഓൻ അറക്കണ്ട, ഒന്നും കൂടി നറുക്കിട്ടാൽ മതി പറഞ്ഞു. അങ്ങനെ രണ്ടാമത് നറുക്കിട്ടപ്പോഴും അബ്ദുല്ലാന്റെ നറുക്കന്നെ കിട്ടി. ഒന്നും കൂടി ഇടാന്ന് പറഞ്ഞു. മൂന്നാമത് ഇട്ടപ്പോഴും അബ്ദുല്ലാന്റെ നറുക്ക് കിട്ടി. അപ്പൊ ബാക്കിയുള്ള മക്കളെ കൂടി പറഞ്ഞു, ഞങ്ങൾ സമ്മതിക്കൂല ഓൻ അറക്കാൻ, വേറെ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പൂർവകാല വേദങ്ങൾ പഠിച്ച ഒരു പണ്ഡിതനുണ്ടായിരുന്നു, ഒരു പുരോഹിതൻ എന്ന് പറയാം. അയാളെടുത്ത് പോയിട്ട് ഒരു അറക്കാനുള്ളൊരു വഴിപാടുണ്ട്, എന്താ ഇപ്പൊ കാട്ടുക? അറക്കാനാണെങ്കിൽ തോന്നണില്ല, മക്കളാണെങ്കിൽ സമ്മതിക്കണില്ല അറിഞ്ഞ് വേറെ എന്തേലും വഴിയുണ്ടോ ചോദിച്ചു. അതിൽ പറഞ്ഞു, അങ്ങനെ അറക്കാൻ തീരുമാനിച്ചാൽ അതിനൊരു പ്രായശ്ചിത്തം ഉണ്ട് പറഞ്ഞു. എന്താന്ന് ചോദിച്ചു. 10 ഒട്ടകങ്ങളുടെ വില കണക്കാക്കുക. അന്ന് വില കണക്കാക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ സ്വർണ്ണ നാണയോ അല്ലെങ്കിൽ വെള്ളി നാണയോ ആണ്. അങ്ങനെ 10 ഒട്ടകങ്ങളുടെ വിലക്കുള്ള സ്വർണ്ണ നാണയമോ വെള്ളി നാണയമോ കണക്കാക്കിയിട്ട് അബ്ദുല്ലാനെ തുലാസിന്റെ ഒരു തട്ടിലും ഈ വെള്ളി നാണയം മറ്റേ തട്ടിലും വെച്ചിങ്ങാണ്ട് തൂക്കി വെക്കുക. വെള്ളി നാണയം തൂങ്ങണില്ലെങ്കിൽ ഒരു 10 ഒട്ടകത്തിന്റെ പൈസയും കൂടി വെക്കുക. അങ്ങനെ ഒരു പൗപ്പത്ത് കൂട്ടി കൊണ്ടുവന്നിട്ട് എപ്പോഴാണ് പൈസന്റെ തട്ട് തൂങ്ങണത് അപ്പോൾ അത്രയും ഒട്ടകത്തെ വാങ്ങിയിട്ട് അറുക്കണം എന്ന് വിധി പറഞ്ഞു. അങ്ങനെ അബ്ദുല്ലാനെ ഒരു തട്ടിലിരുത്തി പൈസ മറ്റേ തുലാഭാരം എന്നൊക്കെ പറയല്ലോ, അതിന്റെ പഴയ രൂപം. അങ്ങനെ ഒരു തട്ടിലിരുത്തിയിട്ട് മറ്റേ തട്ടിലിങ്ങനെ 10 ഒട്ടകങ്ങളുടെ വില ഇങ്ങനെ വെച്ച് 100 തികഞ്ഞ സമയത്ത് പൈസന്റെ തട്ട് കനം തൂങ്ങുകയും 100 ഒട്ടകങ്ങളെ അറുത്ത് വാങ്ങി അതിനറുത്ത് മാംസം വിതരണം ചെയ്യുകയും ചെയ്തു എന്നാണ്. ഇതാണ് നസ്ലു ദബീഹൈൻ, 2 അറുക്കപ്പെട്ട ആളുടെ മകൻ എന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്ഥാനപ്പേര് കിട്ടാനുണ്ടായ കാരണം എന്നാണ്. ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും അവിടുത്തെ ഉമ്മയായ ഹാജറ ബീവി റളിയല്ലാഹു അൻഹയെയും ബഹുമാനിച്ചില്ല എന്നതാണ്. തൗറാത്തിലും ഇഞ്ചീലിലും ജൂതന്മാർ ധാരാളം തിരുത്തലുകൾ നടത്തി. എന്നാൽ അവർ ആദ്യമായി തിരുത്തിയത് ഉദ്ഹിയ്യത്തിൻ്റെ ഭാഗമാണ് എന്നാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അറവ് നടത്തി എന്നതിനെ അവർ അംഗീകരിക്കുന്നു. പക്ഷെ അത് ഇസ്മായിൽ നബിനെയാണെന്ന് അംഗീകരിക്കാൻ പ്രയാസമാണ്. ഇസ്മായിൽ അലൈഹിസ്സലാം എന്ന് പറയുന്നത് ഹാജറ ബീവിയുടെ മക്കളാണ്. ജൂതന്മാരും ക്രിസ്ത്യാനികളും സാറാ ബീവിയുടെ മക്കളാണ്.
സാറാ ബീവിയും ഹാജറ ബീവിയും പ്രശ്നമൊന്നുമില്ല, ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും പ്രശ്നമൊന്നുമില്ല. പക്ഷെ പേരക്കുട്ടികളായിട്ട് ധാരാളം പ്രശ്നങ്ങളുണ്ടായി. മക്കക്കാരും മദീനക്കാരും തമ്മിലുള്ളൊരു വ്യത്യാസം, മക്കക്കാര് ഹാജറ ബീവിയുടെ മക്കളും മദീനക്കാര് സാറാ ബീവിയുടെ മക്കളുമാണ്. അതുകൊണ്ട് തന്നെ മക്കക്കാർ അംഗീകരിച്ചിരുന്ന പലതിനെയും മദീനക്കാർ അംഗീകരിച്ചിരുന്നില്ല. ജാഹിലിയ കാലഘട്ടത്തിലും മദീനക്കാർ മക്കയിൽ വരലും കഅബ സന്ദർശിക്കലും തവാഫ് ചെയ്യലൊക്കെ പതിവുണ്ടെങ്കിലും സഫാ മർവന്റെ ഇടയിൽ പോകുകയോ നോക്കുകയോ ഒന്നും ചെയ്യൂല. കാരണം അതൊക്കെ ഹാജറ ബീവിയുമായി ബന്ധപ്പെട്ടതാണ് എന്നതാണ് കാരണം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ത്യാഗത്തെ ജൂതന്മാരും ക്രിസ്ത്യാനികളും അംഗീകരിച്ചിരുന്നു. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മകനെ അറുക്കാൻ കൊണ്ടുപോയി എന്നുള്ളതും അറക്കുന്നതിന് പകരമായി സ്വർഗത്തു നിന്ന് കൊണ്ടുവന്ന ആടിനറുത്തു എന്നുള്ളതും അംഗീകരിക്കും. പക്ഷെ അവിടെ ഇസ്മായിൽ എന്നുള്ളിടത്ത് പേര് മാറ്റിയിട്ട് ഇസ്ഹാഖ് എന്നാക്കി എന്നുള്ളതാണ് അവർ ചെയ്ത ആദ്യത്തെ തിരുത്ത് എന്നാണ്. പിന്നെ ഈ സംഭവം നടക്കുന്നത് മക്കത്താണ്. ആ മക്ക എന്നുള്ളത് മാറ്റിയിട്ട് അവർ ഫലസ്തീനാക്കുകയും ചെയ്തു. കാരണം മക്കയിലാകുമ്പോൾ ഒരിക്കലും സാറാബീവിൻ്റെ മകനാവാൻ സാധ്യതയില്ലല്ലോ. അതുകൊണ്ട് ആ സ്ഥലം കൂടി മാറ്റേണ്ടി വന്നു. അങ്ങനെ അത് മക്ക എന്നുള്ളത് മാറ്റിയിട്ട് ഫലസ്തീനാക്കി, പേര് ഇസ്മായിൽ എന്ന് മാറ്റിയിട്ട് ഇസ്ഹാഖ് എന്നാക്കി. ഇതായിരുന്നു തൗറാത്തിലും ഇഞ്ചീലിലും ആദ്യമായിട്ടുണ്ടായ തിരുത്ത്. സബൂർ പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കാരണം സബൂറിൽ ഇങ്ങനത്തെ ചരിത്രങ്ങളോ അല്ലെങ്കിൽ ശരീഅത്തിന്റെ നിയമങ്ങളോ ഒന്നുമില്ല. സബൂർ എന്ന കിതാബ് പദ്യങ്ങളാണ്, സ്തോത്രങ്ങളാണ്, അള്ളാഹുവിനെ സ്തുതിച്ചു പറയുക എന്നത് മാത്രമാണ്. അതിൽ വിധിവിലക്കുകളോ അല്ലെങ്കിൽ താരീഖുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് ഇന്ന് ജൂതന്മാർ ക്രിസ്ത്യാനികളൊക്കെ രാവിലെയും വൈകുന്നേരവും പാടുന്ന ചില പാട്ടുകളുണ്ട്. അതാണ് ഈ സബൂർ എന്ന് പറയുന്നത്. അത് ബൈബിളിൻ്റെ പുതിയ നിയമത്തിൻ്റെയും പഴയ നിയമത്തിൻ്റെയൊക്കെ അവസാന ഭാഗത്ത് പ്രിന്റ് ചെയ്തിട്ടുണ്ട് ചില കോപ്പികളിൽ. ചില കോപ്പികൾ അതില്ലാത്തതുണ്ട്. തൗറാത്തിലും ഇഞ്ചീലിലുമാണ് താരീഖുകളും ശരീഅത്ത് നിയമങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടിലും തിരുത്തി. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ത്യാഗത്തെ അവർ അംഗീകരിക്കാൻ തയ്യാറാവും. അതേസമയത്ത് അത് ഇസ്മായിലിനെയാണ് അറുക്കാൻ കൊണ്ടുപോയത് എന്നുള്ളതോ മക്കയിലാണ് നടന്നത് എന്നുള്ളതോ അംഗീകരിക്കാൻ തയ്യാറല്ല. ഇതിനെതിരെ ഇറങ്ങിയ ആയത്തായിരുന്നു ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാ എന്ന ആയത്ത്. ഞാൻ പറഞ്ഞു വരുന്നത്, ജൂതന്മാരും ക്രിസ്ത്യാനികളും നമ്മളും തമ്മിലുള്ള ഏറ്റവും വലിയൊരു വ്യത്യാസം അള്ളാഹു ബഹുമാനിച്ചതിനെ നമ്മൾ ബഹുമാനിക്കും എന്നുള്ളതും, അള്ളാഹു ബഹുമാനിച്ചാൽ പോലും പേര് മാറ്റുക എന്നല്ലാതെ അംഗീകരിക്കാൻ തയ്യാറാവില്ല എന്നുള്ളതുമാണ് ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും വ്യത്യാസം. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുള്ള വസ്തുക്കൾ, വ്യക്തികൾ, നമ്മളിങ്ങനെ ലോകത്ത് പരിശോധിച്ചാൽ എല്ലാ ഫളായിലിൻ്റെയും പിന്നിൽ ഏതെങ്കിലും ഒരു മനുഷ്യനാണ് ഉണ്ടാവുക. ഇപ്പൊ ക്യാൻസറിന് മരുന്നായി ഈത്തപ്പഴം ഉണ്ടെന്നൊന്നുമല്ല. മദീനയിൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്നതാണ്. അപ്പൊ ഒരു നാട് പരിശോധിച്ചാൽ അങ്ങനെയാണ്. ഒരു സ്ഥാപനം പരിശോധിച്ചാൽ ഏതെല്ലാം സ്ഥാപനങ്ങൾക്ക് ഫളായിലുണ്ടോ ആ സ്ഥാപനത്തിൻ്റെയൊക്കെ പിന്നിൽ ഒരാളുടെ ഫളീലത്താണ് ഉണ്ടാകുക. വെള്ളിയാഴ്ചക്ക് പ്രത്യേകത ഉണ്ട്. എന്താ കാരണം? മുഹമ്മദ് നബിക്ക് പ്രത്യേകത ഉണ്ട് എന്നുള്ളതാണ്. ആദൻ നബിക്ക് പ്രത്യേകത ഉണ്ട് എന്നുള്ളതാണ്.